നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി നമുക്ക് ഉത്ര നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ പരിശോധിക്കാം. ഉത്ര നക്ഷത്രക്കാർക്ക് മധ്യഷട്കമാണ്. ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്ര ആഭരണാദികളും ഒക്കെ ലഭിക്കാം. ബ്രഹ്മാവാണ് ദേവത, അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കുക. ഇപ്പോൾ നമുക്ക് ഉത്ര നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷു വർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ഉത്ര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ധനവും സുഖവും ജനസമ്മതിയും കീർത്തിയും വിനയവും ഉള്ളവരാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സൽസന്താനവതിയും നയശാലിനിയും നീതിന്യായ കാര്യങ്ങളിലും ശാസ്ത്ര വിഷയങ്ങളിലും സമർത്ഥയുമായിരിക്കും. ഇവർക്ക് ഈ വർഷം ഭൂമി വാങ്ങി വീട് വെക്കുന്നതിനും സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും നല്ല സൗഹൃദങ്ങളിലും സമാന ചിന്താഗതിയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നതിനും ആരോഗ്യപരമായിട്ടുള്ള സംരക്ഷണത്തിന് ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നതിനും മേലധികാരികളുടെ അനുഗ്രഹം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ്. 3 വയസ്സുവരെയുള്ളവർക്ക് പരിചരണങ്ങളും ശ്രദ്ധയും കൊടുക്കേണ്ട വർഷമാണ്. 3 വയസ്സു മുതൽ 13 വയസ്സുവരെയുള്ളവർക്ക് മാതൃസൗഖ്യവും നല്ല ഭക്ഷണവും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സരസ്വതി കൃപയും ലഭിക്കുന്നതാണ്. 13 വയസ്സു മുതൽ 20 വയസ്സുവരെയുള്ളവർക്ക് സ്പോർട്സിലും അയോധന കലകളിലും അറിവ് നേടാൻ കഴിയുന്നതാണ്. വിദ്യാഭ്യാസപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സൈന്യത്തിൽ ചേരുന്നതിനും യൂണിഫോം ഉള്ള ഉദ്യോഗത്തിനും പരിശ്രമിക്കുന്നതിന് നല്ലതാണ്. 20 വയസ്സു മുതൽ 38 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം പ്രയോജനപ്രദമാക്കാൻ പറ്റുന്ന സമയമാണ്. 38 വയസ്സു മുതൽ 54 വയസ്സുവരെയുള്ള ഉത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് സുഖവും ഐശ്വര്യവും ധനം, വാഹനം, മനസ്സിന് ഇണങ്ങിയ ഭവനം ഇവയൊക്കെ ലഭിക്കുന്നതാണ്. 54 വയസ്സു മുതൽ 74 വയസ്സുവരെയുള്ളവർക്ക് മനസ്സിന് സംതൃപ്തി കുറയുമെങ്കിലും പൊതുവെ ഐശ്വര്യപ്രദമായിട്ടുള്ള ജീവിതം ലഭിക്കുന്നതാണ്. 73 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈശ്വര സാക്ഷാത്കാരവും നല്ല ഭക്ഷണവും ഈ വർഷം കുടുംബാംഗങ്ങളുടെ സ്നേഹ പരിചരണങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. ചിങ്ങം, കന്നി രാശികളിലായി വരുന്ന നക്ഷത്രമാണ് ഉത്രം. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാകാനാകുന്നതാണ് ഈ വർഷം. പുതിയ ലക്ഷ്യങ്ങൾ എപ്പോഴും മുന്നിലുണ്ടാകും. ഔദ്യോഗിക ജീവിതത്തിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്. കരാർ ജോലികൾ ചെയ്യുന്നവർക്ക് തുടർ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കടബാധ്യത ഭാഗികമായി പരിഹരിക്കപ്പെടും. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വെല്ലുവിളികൾ വന്നു ചേർന്നേക്കാം. പ്രവാസികൾക്ക് കുടുംബത്തെ ഒപ്പം ചേർക്കാൻ അവസരമുണ്ടാകുന്നതാണ്. അതിർത്തി തർക്കങ്ങൾ മൂലമുണ്ടായ വ്യവഹാരങ്ങൾ മധ്യസ്ഥർ മുഖാന്തരം പരിഹരിക്കാൻ വിദൂര സാധ്യതയുമുണ്ട്. വയോജനങ്ങൾക്ക് സംരക്ഷണത്തിന് പ്രത്യേകമായ കരുതൽ വേണ്ടതാണ്. വീടുമായി പിണങ്ങിപ്പോയവർക്ക് വീണ്ടും ഇണക്കത്തിലാവാനും അനുരാഗ കാര്യങ്ങളിൽ തടസ്സങ്ങൾ പ്രത്യക്ഷപ്പെടാനും സാഹചര്യമുണ്ട്. ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്ക് കയ്പ് രസം നിറയ്ക്കാനും സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കരുതലെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.